മഴയല്ലേ ഇനിയിപ്പോൾ മീനൊന്നും കിട്ടത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മാമൻ വല വീശി പിടിച്ച ഈ മീനുമായിട്ട് വരുന്നത്. ഇതിനകത്ത് വരാലും മുഷിയും ഒക്കെ ആയിരുന്നു. അമ്മ പിന്നെ കത്തിയും ചട്ടിയും ഒക്കെ എടുത്ത് പുറത്ത് മുറ്റത്ത് പോയി ഇതിനെയൊക്കെ തട്ടിയിട്ടു. ഇതിന് നല്ല വഴുവഴുപ്പുള്ള മീനായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ ഇട്ട് കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ ഇത് മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പോരാളിയുടെ കൈ കിട്ടുന്നതല്ലേ, പോരാളി ഇതിനെ അതിസാഹസികമായി എല്ലാം മുറിച്ചെടുത്തു. എനിക്ക് ഈ മീനിൻ്റെയൊക്കെ തോല് കളയുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ തോല് കളയാതെ തോല് നിർത്തിയിട്ട് കല്ലിലൊക്കെ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് തേച്ചരച്ച് കഴുകി അങ്ങനെയാണ് എടുത്തത്. എന്നിട്ട് പോരാളി ഇതിൽ നിന്ന് പകുതി എടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയെല്ലാം തേച്ച് അതെല്ലാം സൈഡിലേക്കെല്ലാം മാറ്റി വെച്ചു. ബാക്കി പകുതി കറി വെക്കാനും വെച്ചു. ഇതിനകത്ത് നിറച്ച് മുട്ടയുണ്ടായിരുന്നു. ഞാൻ അന്നേരം അട വറക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അട വറക്കാൻ വേണ്ടി മുട്ടയും എടുത്ത് മാറ്റി. എന്നിട്ട് കറി വെക്കാനുള്ള മസാലയും എല്ലാം അമ്മ തന്നെ എല്ലാം തയ്യാറാക്കി. ഈ കറിക്കകത്തൊക്കെ പ്രത്യേകം എന്തൊക്കെയോ മസാലകളൊക്കെ സാധാരണ ചെയ്യുന്ന പോലെയല്ല, കുരുമുളക് പൊടിയൊക്കെ എന്തൊക്കെ കൂടുതലൊക്കെ ഇടും. അതിനുശേഷം അട വറക്കുന്ന ഞാൻ തന്നെ അമ്മയോട് ചോദിച്ച് ഞാൻ തന്നെയാണ് ചെയ്തത്. അങ്ങനെ അട വറക്കാനെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു വാഴയിലയും കൂടെ ഒക്കെ കമത്തി വെച്ച് അങ്ങനെ അട വറക്കാൻ പൊരിക്കാൻ വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ചോറ് കഴിക്കാനിരുന്നത്. അന്നേരത്തേക്ക് അമ്മ പിന്നെ ചോറൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നല്ല ചൂട് കറിയായിരുന്നു. ചൂടാവി വറന്നുകൊണ്ടിരിക്കുക. അമ്മ ഇതിനകത്ത് തപ്പിത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വരാലിൻ്റെ കഷ്ണത്തിനായിരുന്നു. പിന്നെ അമ്മ അത് കണ്ടുപിടിച്ച് അങ്ങനെ ആ ഒരു വരാലിൻ്റെ കഷ്ണവും ബാക്കി കറിയും എല്ലാം എടുത്ത് ചോറെല്ലാം എടുത്തു. പിന്നെ പൊരിച്ച മീനും എല്ലാം എടുത്ത് വെച്ചു. അമ്മ ഇങ്ങനെ 2 വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും മതി അമ്മ, എനിക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കൈയും കൊണ്ട് അമ്മ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അമ്മ പറഞ്ഞു അല്ലല്ല കഴിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും കഷ്ണങ്ങൾ പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങാച്ചാറും കൂടി അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ അതും കൂടി വെച്ചു. എന്നിട്ട് പോരാളി തന്നെ എനിക്ക് ചോറെല്ലാം വാരിത്തന്നു. പോരാളിയുടെ കൈ കൊണ്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ശേഷമാണ് ഞാൻ അട കഴിച്ചത്. അതുകൊണ്ട് അടയുടെ വീഡിയോ എടുക്കാനും പറ്റിയില്ല.